വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ഇടതു സർക്കാർ സാധാരണക്കാരെ ഷോക്കടിപ്പിക്കുകയാണെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയിൽ പറഞ്ഞു. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഫലം സാധാരണ ജനങ്ങൾ ചുമക്കുകയാണ്. അഴിമതിയും ധൂർത്തിനു വേണ്ടി സർക്കാർ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയിൽ പറഞ്ഞു. സാധ്യമല്ല എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് റെഗുലേറ്ററി കമ്മിറ്റി അതിനെക്കുറിച്ച് പഠിച്ച് ഇത് നികത്തപ്പെടുന്നതിന് വേണ്ടി ഒരു യൂണിറ്റിന് 16 പൈസ വെച്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തു വരുന്നത്. അപ്പോഴാണ് കേരള ഗവൺമെന്റ് 2022 വർഷത്തെ ആ ഗവൺമെന്റ് കൊടുക്കാനുണ്ടായിരുന്ന ആ പണം ഈ വൈദ്യുതി ബോർഡിന് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ 215.51 കോടി രൂപ ഇപ്പോൾ വൈദ്യുതി ലാഭമാണ്. ഈ ലാഭം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കേരളത്തിൽ വർദ്ധിപ്പിച്ചിട്ടുള്ള വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്ന് ഗവൺമെന്റ് എന്നുള്ളതാണ്. ഈ വൈദ്യുതി ചാർജ് മാത്രമാണോ? നമ്മൾ 2 ദിവസം മുമ്പാണ് മാവേലി സ്റ്റോറിൽ സാധാരണഗതിയിൽ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ അതിന്റെ വില കുറച്ചു വരുന്നതിന് വേണ്ടിയാണ് റേഷൻ ഷോപ്പുകളും അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകളും സ്റ്റോറുകളും ഒക്കെ ഗവൺമെന്റുകൾ വരെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഇന്നലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 1 കിലോ അരിക്ക് 25 രൂപയുണ്ടായിരുന്നത് ഇപ്പോൾ 29 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 6 സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചത്. അതിൽ പഞ്ചസാരയുടെ വിലയുടെ അതുപോലെയുള്ള മല്ലിയുടേതും മുളകിന്റെ തുടങ്ങിയുള്ള സാധനങ്ങളുടെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ തൊട്ട മുഴുവൻ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പോയിരിക്കുന്നത്. ഇനി ഇതിനപ്പുറത്തേക്ക് നമ്മൾ മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് ചെല്ലുമ്പോഴോ കടയിൽ ഇത്തരം സാധനങ്ങളൊന്നും കിട്ടാനില്ല എന്ന് മാത്രമല്ല, ആ കിട്ടുന്ന സാധനങ്ങൾക്ക് മുഴുവൻ തന്നെ വർദ്ധിച്ച രീതിയിൽ അവർക്ക് തോന്നുന്ന രീതിയിലുള്ള വില വർധനമാണ്. അവിടെ നമ്മൾ ചോദ്യം ചെയ്താലോ, ചോദ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന മറുപടി ഇത് ഞാൻ ഇന്നലെ കൊണ്ടുവന്നതാണ്, ഇന്നലെ ഇതിന്റെ മാർക്കറ്റ് ഇതാണ്, അപ്പുറത്തെ കടയിൽ ഇതിന്റെ വില കുറവാണെങ്കിൽ അത് കുറച്ച് മുമ്പ് കൊണ്ടുവന്നതായിരിക്കും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി ചാർജ് വർധനവ് സാധാരണക്കാരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കിയതായും ഈ നീതികേടുകൾക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ തുടരുമെന്നും ജില്ലാ അധ്യക്ഷൻ KV സഫീർ ഷാ പറഞ്ഞു. ആരിഫ് ചൂണ്ടയിൽ, ജംഷീൽ അബൂബക്കർ, ഷാക്കിർ മോങ്ങം, സൈദാലി വലമ്പൂർ, ഫസൽ തിരൂർക്കാട്, MK ജലീൽ, മെഹബൂബ് പൂക്കോട്ടൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.